ചാറ് കൂടിയെന്ന് പറയുമ്പോൾ ഇത് ചാറ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ശകലം മല്ല് കൂടുതലാണ്. അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ ഈ പഴങ്കഞ്ഞിയിൽ എനിക്ക് ആകാംക്ഷ എന്ന് പറഞ്ഞാല് ഇത്രയും സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണോ കൊടുക്കുന്നത്? അല്ല, ഇത് മീൻകറിയും അച്ചാറും പച്ചമുളകും വേറെ കൊടുക്കും. ബാക്കിയുള്ളതെല്ലാം അതിനകത്തോട് അതിന്റെ മുകളിൽ വെച്ചേക്കും. അതിന്റെ മുകളിൽ വെച്ചേക്കും. അപ്പം ഏതെല്ലാം മിക്സ് ചെയ്യുന്നത്? നമ്മുടെ പുളിശ്ശേരി അതിന്റെ അകത്ത് മിക്സ് ചെയ്യും. പുളിശ്ശേരിയും തൈരും അതിനകത്ത് വെക്കും. അത് എപ്പോഴാണ്? ആദ്യമേ ചോറ് വിളമ്പും, പിന്നെ ഈ കപ്പ ചീനി അത് വിളമ്പി വെച്ചിട്ട് പുളിശ്ശേരി ഒഴിക്കും. പുളിശ്ശേരി ഒഴിച്ചിട്ട് ഏറ്റവും മുകളിൽ പിന്നെ തൈര് ഒഴിക്കും. അവിടെ നല്ല കാണാനും ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന 4 പേര് കയറി വന്നു. ഒരാൾ പഴങ്കഞ്ഞിക്ക് താല്പര്യമുള്ള ഒരാളാണ്. എനിക്കൊരു പഴങ്കഞ്ഞി മതി എന്ന് പറഞ്ഞാൽ ആ ആളിന് മുമ്പേ ഈ പഴങ്കഞ്ഞി കൊടുത്ത് അതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു പഴങ്കഞ്ഞി കുടിച്ചിരിക്കും. അതാണ് എന്റെ പ്രത്യേകത. ചിലരുടെ വാക്ക് കേട്ടാല് ചിലപ്പം നമ്മൾ അറിയാതെ കഴിക്കാനുള്ള ആകാംക്ഷ വന്നു. അതുപോലെ പഴങ്കഞ്ഞി എങ്ങനെയെങ്കിലും കിട്ടിയാൽ കഴിക്കാമെന്നുള്ളതാണ്. കാരണം പറഞ്ഞു കൊതിപ്പിക്കാൻ കിട്ടില്ല. അതുപോലെയാണ് ജനാർദ്ദനം പറഞ്ഞത്. അപ്പൊ ഇതിന്റെ പ്രക്രിയകളെല്ലാം നമുക്കൊന്ന് കാണാം. വളരെ പ്രത്യേകതയാർന്ന ഈ പഴങ്കഞ്ഞിയുടെ എങ്ങനെയാണ് രൂപാന്തരം നമുക്കൊന്ന് ജസ്റ്റ് ചില കാര്യങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ചെത്താം. നേരത്തെ അരിയുടെ കാര്യം പറഞ്ഞു, അരി വയ്ക്കുന്ന പാത്രത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ പാത്രം എന്ന് പറയുന്നത് ഇതാണല്ലേ? ഇതാണ് പാത്രം. ചെറിയ ഹോളുകൾ, എന്താ പറയുക, കണ്ണൻ ചരുവം പാത്രം. അപ്പൊ ഈ പാത്രത്തിലാണ്, രണ്ടും ഇതുപോലത്തെ പാത്രങ്ങളാണ്. ഇതിൽ ചെറിയ ഹോൾസ് എല്ലാം ഉണ്ട്. അപ്പൊ ഇതിലാണ് നമ്മൾ അരി ഊറ്റി വെക്കുന്നത്. എത്ര നേരം വെച്ചേക്കും? 2 മണിക്കൂർ വെച്ചേക്കും. 2 മണിക്കൂർ. ഒരു കണ്ണൻ ചരുവൻ പാത്രത്തിന്റെ പുറത്ത് മറ്റൊന്ന് വെച്ചിട്ട് ഒരു 2 മണിക്കൂറോളം ഇത് വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കിടക്കുന്നത്. ഇനി ഇതിനെ വേറൊരു അലുമിനിയം പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി വലിയൊരു കാര്യമാണ് ആവശ്യപ്പെടാൻ പോകുന്നത്. കാരണം ഈ ചെറുമക്കളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ അവരെ ഒന്ന് സോപ്പിട്ടിട്ട് ഒരു പ്ലേറ്റ് സംഘടിപ്പിച്ചു. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ജനാർദ്ദനം തന്നെ ഒന്ന് കോരി എല്ലാം കൂടി എങ്ങനെയാണ് ഇത് വിളമ്പെന്നൊന്ന് കാണിച്ചു തരണം. കഴിക്കാനുള്ള ആവേശം മുതിരിക്കണം. നമ്മുടെ പഴങ്കഞ്ഞിയാണോ ഫസ്റ്റ്? ഇത്ര കൈ കിട്ടിയപ്പോഴേ എങ്ങനെയെങ്കിലും കഴിച്ചു തുടങ്ങിയാൽ മതി എന്നുള്ളതാണ്. 2 കാന്താരി മുളകും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ജനാർദ്ദനൻ ചേട്ടാ, ഒരു ചെറിയ സംശയം. ഇത്രയും തന്നു, മീന് തന്നില്ല. മീന് മാത്രം അവിടെ വിഷമിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് ഒരു പ്ലേറ്റ് കറിയുടെ. അപ്പോ ഇതൊന്ന് കഴിച്ചു തീരാൻ വേണ്ടി കുറച്ച് സമയമുണ്ട്. ഞാൻ കഴിച്ചു തീർന്നിട്ട് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. മുമ്പ് തുടങ്ങി. ഇപ്പം 1, 2, 3, 4, 5, 6, 7 ചെരുവുകളായി. പിന്നെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു 10ഓളം ചെരുവുകളായി. ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാനും വയ്യ. സ്വാദിനൊരു പ്രത്യേകത. സാധാരണ നമ്മൾ വീട്ടിൽ പഴങ്കഞ്ഞി കുടിക്കുന്നതിനെക്കാട്ടിയും ഇത്രയും സാധനങ്ങളോട് ചേരുമ്പോൾ ആ സ്വാദ് വേറൊന്നു തന്നെ. ഞാൻ നേരത്തെ പഴങ്കഞ്ഞി കഴിച്ചു